ഇന്ന് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ XAUSD ഗോൾഡിന്റെ ഒരു അനാലിസിസ് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം മുതൽ ഏകദേശം ഇന്ത്യൻ ടൈം ഒരു 11 AM വരെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ്. അപ്പൊ ഇന്ന് ഒരു ഓവറോൾ മാർക്കറ്റ് ഇന്ന് ജൂലൈ 16th ആണ്. ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് സെൽ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്നലെ മാർക്കറ്റ് ന്യൂസിന്റെ ടൈമിൽ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, 4074 റേഞ്ച് വരെ പോയിട്ടുണ്ടായിരുന്നു. 4068 മുതൽ 74 റേഞ്ച് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വലിയ റിജക്ഷൻ ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 4026 28 നിന്നൊക്കെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് വീണ്ടും 4060 62 ലെവലിലേക്കൊക്കെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4066 67 ആണ് ഒരു ഓപ്പണിംഗ് പ്രൈസ് ആയിട്ട് വന്നിട്ടുള്ളത്. അവിടെ നിന്ന് വലിയ റിജക്ഷൻ വന്ന് 4024 4025 റേഞ്ച് വരെയാണ് നിലവിൽ മാർക്കറ്റ് ഡൗൺ ആയിട്ടുള്ളത്. അപ്പൊ മാർക്കറ്റ് ഗോൾഡിന് കൂടുതലും ഡൗൺ ആകാനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പൊ നിലവിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 4024 മുതൽ 4028 റേഞ്ച് ഒക്കെ തന്നെയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ അത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ 4020 ബ്രേക്ക് ചെയ്ത് ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് 4016 അതുപോലെ തന്നെ 4012 4008 4000 റേഞ്ചിലേക്കൊക്കെ മൂവ് ചെയ്യാനുള്ള ചാൻസസ്, ഡൗൺ ആകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. 4000 മുതൽ 4012 വരെയൊക്കെയുള്ള റേഞ്ചുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയാണ്. അവിടെയൊക്കെ ധാരാളം ബൈ ഓർഡേഴ്സ് ഉണ്ട്. നമുക്ക് ബൈ ഒക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് അവിടെ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. 4000 അതുപോലെ തന്നെ 3996 93 ലെവലുകളൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് 3988 അതുപോലെ തന്നെ 3983 3978 ലെവലുകളിലേക്കൊക്കെ ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്. ആ ഏരിയകളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളാണ്. 3978 72 ബ്രേക്ക് ചെയ്താൽ വീണ്ടും 3968 62 3959 ലെവലുകളിലേക്കൊക്കെ മാർക്കറ്റ് ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്. കൂടുതലും സെൽ എൻട്രികളാണ് ഈ ഒരു മൊമെന്റ് വരെ കുറച്ചുകൂടി നമുക്ക് ട്രേഡ് ചെയ്യാൻ, അതായത് ഒരു ഇൻട്രാഡേ ട്രേഡ് ഒക്കെ ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി സേഫ് ആയിട്ട് ഉള്ളത്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളും 3983 അതുപോലെ തന്നെ 3993 റേഞ്ചുകളൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളാണ്. അവിടെ നിന്ന് ബൈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 4038 അല്ലെങ്കിൽ 4036 45 ലെവലുകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ്. അവിടെ നിന്നാണ് റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. 4042 45 ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 4053 അതുപോലെ തന്നെ 4062 ലെവലുകളിലേക്കൊക്കെ പോകും. 4067 ബ്രേക്ക് ചെയ്താൽ വീണ്ടും 4074 അതുപോലെ തന്നെ 78 86 ലെവലുകളിലേക്കൊക്കെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ട്. ബൈ അത്രയും മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളൊന്നും നിലവിലില്ല. പക്ഷേ ഈവനിങ് ടൈം ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓരോ സമയം നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുൻപ് ചാർട്ടൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.